ഒരു ഇഷ്ടമാണ് വയലാർ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രതിഭയിലേക്ക് എന്നെ എത്തിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ പഠിച്ചു തുടങ്ങുന്നതും. 4-ാമത്തെ വയസ്സിൽ പഠിച്ചിട്ട് 5-ാമത്തെ വയസ്സിൽ അരങ്ങേറി. ആക്ച്വലി ഇത് മറ്റെല്ലാ കലകളെക്കാളും ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇത് കുറച്ചുകൂടെ സ്പോണ്ടേനിയസ് ആണ്. ഇതിന് കുറച്ചുകൂടെ ജനങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കുറേ വേയ്സ് ഉണ്ട്. പിന്നെ ഇതിനൊരു മ്യൂസിക്കൽ ആൻഡ് തിയേറ്റർ, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെപ്സ്, ഫുഡ് മൂവ്മെൻറ്റ്സ്, റിതം എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ആർട്ട് ഫോമാണ് ഓട്ടൻതുള്ളൽ എന്ന് പറയുന്ന ഈ ഒരു ആർട്ട് ഫോം. ഇത് 17th സെഞ്ച്വറിയിൽ കുഞ്ചൻ നമ്പ്യാർ എന്ന മഹാനായ പ്രതിഭയിലൂടെ ജന്മം കൊടുത്തത്. അന്ന് ഇതൊരു സോഷ്യോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു ആർട്ട് ഫോമാണ്. അന്ന് ഉണ്ടായിരുന്ന സമൂഹത്തിലെ അനീതികൾക്കെതിരെ സാധാരണ ജനങ്ങളുടെ ശബ്ദമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ തൂലിക അദ്ദേഹം ചലിപ്പിച്ചത്. ഇന്നത്തെ കാലത്ത് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസും അല്ലെങ്കിൽ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷനും എല്ലാമാണ് ഇന്ന് മറ്റ് കലകളിൽ നിന്നും തുള്ളൽ കലയെ വ്യത്യസ്തമാക്കുന്നത്. ഇപ്പം കഥകളി പോലുള്ള കലാരൂപങ്ങൾക്ക് അതിൻ്റെ ഓരോ കഥാപാത്രങ്ങൾ വ്യത്യസ്തമായ പെർഫോമേഴ്സ് സ്റ്റേജിൽ അവതരിപ്പിക്കുമ്പോൾ തുള്ളലിൻ്റെ ഒരു പ്രത്യേകത ഒരു സോളോ പെർഫോമർ തന്നെ 3, 4, 5 ക്യാരക്ടറായിട്ട് മാറിക്കൊണ്ട് അതിനെ ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു ഹ്യൂമറസ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോം. ഇത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ മറ്റ് ആർട്ട് ഫോംസ് ഒന്നുമില്ല. ഹ്യൂമറും മ്യൂസിക്കും ഒരു പെർഫോമർ പാടി പെർഫോം ചെയ്യുന്ന മറ്റ് ആർട്ട് ഫോംസ് വളരെ ചുരുക്കമാണ്. അതിലൊരു ഏറ്റവും ഇമ്പോർട്ടൻസ് ഓട്ടൻ തുള്ളൽ അല്ലെങ്കിൽ തുള്ളൽ എന്ന് പറയുന്ന ഓട്ടനും പറയനും ശീതങ്കനും അടങ്ങുന്ന ഈ 3 തരം തുള്ളലുകളെയും സംയോജിപ്പിക്കുന്ന തുള്ളൽ കലയ്ക്കുണ്ട്.